ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله أشهد أن محمدا عبده ورسوله أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. من كان يريد العاجلة عجلنا له فيها ما نشاء ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا كلا نمد هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك محظورا. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോഴന്മാരായി അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ലോകം ഇന്ന് ആഘോഷത്തിമർപ്പിലേക്ക് നടന്നെടുക്കുകയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും കൊതിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം, അത് പ്രായമുള്ളവരായാലും ചെറുപ്പക്കാരായാലും, ആഘോഷിക്കണം. എന്താണ് ആഘോഷം? ആഘോഷമെന്ന് പറയുന്നത് സർവ്വവിധ തമ്മാടിത്തങ്ങളുടെയും സർവ്വവിധ തിന്മകളുടെയും പര്യായമായി മാറിയിരിക്കുകയാണ് ആഘോഷമെന്ന പദം. യുവാക്കൾ അതിനുവേണ്ടി കാലേ കൂട്ടി ഒരുങ്ങുകയാണ്. നമുക്കറിയാം, നേരം വെളുത്താൽ നമ്മുടെ കയ്യിലെത്തുന്ന പത്രങ്ങൾ നമുക്ക് നൽകുന്ന വാർത്തകൾ ഈ ആഘോഷക്കാരുടെ കുടുംബക്കാർക്ക് നൽകുന്ന തീരാവേദനകളാണ്. ഇന്നത്തെ ന്യൂസ് ഒരുപാടുണ്ട്. ഗോവയിലേക്ക് പുതുവർഷം ആഘോഷിക്കുവാൻ വേണ്ടി പുറപ്പെട്ട 5 യുവാക്കളിൽ 3 പേർ മരണമടഞ്ഞു. മരണമടയുന്നത് അള്ളാഹുവിന്റെ വിധി. പക്ഷേ ആഘോഷിക്കാൻ പോകുന്നത് തീർത്തും DJ പാർട്ടിയും ലഹരി പാർട്ടികളുമായി ആണും പെണ്ണും തുള്ളിച്ചാടുകയാണ്. യുവാക്കൾ ആഘോഷം എന്ന പേര് പറഞ്ഞ് അത് അഭ്യസ്തവിദ്യരായാലും വിദ്യാഹീനരായാലും എല്ലാവർക്കും ആനന്ദിക്കണം, ആഹ്ലാദിക്കണം, ആഘോഷിക്കണം. എന്നാൽ ലക്ഷ്യബോധമില്ലാത്ത മൃഗതുല്യരായി ജീവിച്ച് ആഘോഷിച്ച് തിമർത്ത് ആടി അവസാനം ഒരു നാൾ
റബ്ബിന്റെ കോടതിയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നവർ അവരായിരിക്കും. നമ്മൾ യുവാക്കളായ ആളുകൾ, ഒരുപാട് ആളുകൾ ആഘോഷത്തിമർപ്പിനു വേണ്ടി എന്താണ് ആഘോഷം, എന്താണ് സന്തോഷം എന്ന് അറിയാതെ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്ന് ജീവിക്കുന്ന ഒരു വലിയൊരു തലമുറ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ലോകത്തുള്ള മുഴുവൻ ആഘോഷങ്ങളും പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിൽ ഉടലെടുത്തതല്ല, എല്ലാം പാശ്ചാത്യർ നൽകിയതാണ്. പാശ്ചാത്യ സംസ്കാരം ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് ആരും പുതുവർഷം ആഘോഷിച്ചിരുന്നില്ല. ഇപ്പോൾ പുതുവർഷത്തിന്റെ തെമ്മാടിത്തങ്ങൾക്ക് വിലങ്ങ് വെക്കാൻ സർക്കാർ നിയമം കൊണ്ടുവരേണ്ടി വന്നു. കാരണം അത്രമാത്രം അപകടകരമായ യുവാക്കളുടെ ഛേദന, അവരുടെ ശരീരത്തിന്റെ ആരോഗ്യം മുഴുവനും തിമർത്താടുന്ന സമയത്ത് ഒരുപാട് കൊലപാതകങ്ങൾ, ഒരുപാട് എണ്ണാൻ കഴിയില്ല, ഒരുപാട് വൃത്തിഹീനമായ സ്വഭാവങ്ങൾ വളർത്തിയെടുക്കുന്ന ദിവസം, ഒരുപാട് പ്രേമങ്ങൾ, ഒരുപാട് സ്നേഹം പ്രകടനങ്ങൾ, ഒരുപാട് കാർഡുകൾ എല്ലാം പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അവരിത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പാശ്ചാത്യരായ ആളുകൾക്ക് ജീവിതത്തിന്റെ എല്ലാ ആനന്ദവും ആഹ്ലാദവും കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയാണ് സുഖിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് അവർ ഒരു പ്രത്യേകതരം ഡ്രസ്സ് വിധാനത്തോടുകൂടി പുറത്തിറങ്ങി. അതിന്റെ ഭാഗമാണ് നമ്മളുടെ ഈ ചെറുപ്പക്കാരുടെ പല ആളുടെയും മുട്ടിന് താഴെയും മുട്ടിന്റെ മുകളിലൊക്കെ ആയിട്ട് കീറിപ്പൊളിഞ്ഞ പാന്റ്, അത് അവരിവിടെ കൊണ്ടുവന്നു. അവർക്ക് ഏത് കാട്ടിലും ഏത് നായിക്കാട്ടിലും ഇരിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള പാന്റും കുപ്പായും ട്രൗസറുമായിട്ട് അവരിറങ്ങി. കേരളത്തിലെ യുവാക്കൾ, ബുദ്ധിയില്ലാത്ത ബുദ്ധിശൂന്യരായ യുവാക്കൾ ഇരുകൈ നീട്ടിയത് വാങ്ങി. അത് വിൽക്കാൻ നമ്മുടെ കച്ചവടക്കാരും, അതിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും, ചാനലുകളും, സിനിമാ താരങ്ങളും, സീരിയലും എല്ലാവരും കൂടി രാജ്യത്തെ ഒന്നടങ്കം കൊളക്കലമാക്കി. ഇന്നിവിടെ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും എപ്പോൾ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് അറിയാത്ത വിധത്തിലാണ്. അത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് മഹാനായ അബൂ ഖുദാമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് ജീവിതം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് ജീവിതാസ്വാദനം? എന്തിനാണ് ആസ്വദിക്കുക എന്ന് പറയാം? മൻ ഹുവൽ മുവഖഫു സഈദ്, ഏറ്റവും കൂടുതൽ സൗഭാഗ്യവാനായി ജീവിതം ആസ്വദിക്കുന്നവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ഹുവല്ലദീ ഇദാ തവഖഫ അൻഫാസുഹു ലം യതവഫഖ് ഹസനാതുഹു, മരിച്ചാലും അവന്റെ പ്രവർത്തനങ്ങൾ മുറിഞ്ഞു പോകാത്ത സൽക്കർമ്മങ്ങൾ രാജ്യത്ത് നിലനിർത്തിക്കൊണ്ട് മരിച്ചു പിരിയുന്ന ആളുകളാണ് ജീവിതം ആസ്വദിച്ചവർ. എന്താ മറുപടി? മരിച്ചാലും അവന്റെ നന്മകൾ ഇവിടെ ഭൂമിയിൽ നിലനിൽക്കുകയും ആ നിലക്ക് മുറിഞ്ഞു പോകാത്ത നന്മകളും ഭൂമിയിൽ ബാക്കി വെച്ചുകൊണ്ട് മരിക്കാൻ കഴിയുന്ന ആളുകളാണ് ജീവിതം ആസ്വദിച്ചു പിരിഞ്ഞവർ. ഇനി ദുനിയാവിൽ ഒരുപാട് സമ്പത്തുണ്ടായാൽ ആസ്വദിക്കാമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ഓടി നടക്കുന്നവരോടും ഇസ്ലാമിന് സംസാരിക്കാനുണ്ട്. മലൽത്തു യദൈക മഷ്ഗൂല, നിന്റെ ഇരു കരങ്ങളിലും അല്ലാഹു എല്ലാ സൗഭാഗ്യങ്ങളും വെച്ചു തരും. നീ ഒരുപാട് പ്രവർത്തനക്ഷമതമായ ജീവിതത്തിലേക്ക് തിരിയും, ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് തിരിയും. അങ്ങനെ നിന്റെ കയ്യിൽ അല്ലാഹു ഇരു കൈകളിലും ഒരുപാട് പണം നൽകും, സൗകര്യങ്ങൾ തരും. എന്നാൽ സൂഹിക്കാൻ കഴിയോ? ഇല്ല. അല്ലാഹു പറയുന്നു, വലാ അസുദ്ദു ഫഖറ, നിന്നിൽ നിന്ന് അല്ലാഹു നിന്നിലേക്ക് തിരിച്ചുവിടുന്ന ദാരിദ്ര്യം തടുക്കൂല. അല്ല, നിനക്ക് വരുന്ന ദാരിദ്ര്യം അല്ല തടുക്കൂല. സമ്പത്തിന്റെ കയ്യിലുണ്ടാവും, പക്ഷെ ഒത്തിരി പ്രശ്നങ്ങൾ അല്ലാഹു എടുത്തു തരും. പൈസ എത്രമാത്രം അല്ലാഹു നിന്റെ കയ്യിലേക്ക് വെച്ചു തരുന്നോ അത്രമാത്രം പ്രശ്നങ്ങളും അല്ലാഹു അതിനേക്കാൾ ഉപരി. അതാണ് പറഞ്ഞ് മലൽത്തു യദൈക മഷ്ഗൂല, നിന്റെ ഇരു കൈകളിലേക്കും അല്ലാഹു വെച്ചു തരും എല്ലാ സൗകര്യങ്ങളും. എന്നിട്ടോ വല അസുദ്ദു ഫഖറ, നിന്നിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ ഞാൻ തടുക്കൂല, അല്ല തടുക്കൂല. നീ എന്തിനാ ഓടുന്നത്? പണ്ടാക്കാനല്ലേ? ഉണ്ടാക്കിയോ? വല്ലാത്ത വാക്കുകൾ അല്ലേ? നമുക്ക് ചിന്തിക്കാം. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു സൗകര്യങ്ങൾ ഒരുക്കിത്തരാം. എപ്പോൾ? ഇവിടെ ഈ ലോകത്ത് നമുക്കറിയാം, ആനന്ദവും ആഹ്ലാദവും
ജീവിത സുഖവും തേടി കഴിഞ്ഞ ഡിസംബറിൽ 186 കോടി രൂപയുടെ മദ്യം കുടിച്ചു കേരള ജനത. ഒരാഘോഷമാണ്. 186 കോടി. അതേ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഉടനെ നമ്മുടെ പല സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിലവിളിക്കാൻ തുടങ്ങും. കരള് പോയിട്ടുണ്ട്, കിഡ്നി പോയിട്ടുണ്ട്, മരിക്കാൻ കിടക്കുകയാണ്, 3-4 പെമ്മക്കൾ. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടുകയാണ്. ഇത് കാണുന്ന ദീനുള്ള ആളുകൾ അല്ലെങ്കിൽ നന്മയെ സ്നേഹിക്കുന്ന ആളുകൾ അവർക്ക് സഹായം നൽകും. അവരെങ്ങനെങ്ങനായി? അവർ മദ്യപിച്ച് ലിവർ പോയവരാണ്. ലഹരി, ആണും പെണ്ണും, അത് മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ നിന്ന് തുള്ളുകയാണ്. ഇതൊക്കെ തുള്ളുന്നതിന് പ്രോത്സാഹനം നൽകുന്ന പ്രായം ചെന്ന വൃദ്ധരായ മനുഷ്യരും അവരും ഇതേമായി ടൗസറും കുപ്പായിട്ട് ഇറങ്ങുക. മോന്റെ പാന്റ് ബാപ്പടും, എന്നിട്ടുണ്ട് ഇറങ്ങും. ബാപ്പനിറക്കും മക്കൾ. കാരണം മക്കളെ ചെലവിലാണ് ആ തന്ത ജീവിക്കുന്നത്. അപ്പൊ TJ പാർട്ടിയോ ലഹരിയോ എന്താ പറയുന്നത്? യുവാക്കളായ നല്ല കിടുകിടുത്ത ബാല്യമുള്ള ചെറുപ്പക്കാർ പല്ലുപോയി, എല്ലുപോയി, സ്റ്റാമ്പ് കഴിച്ചു, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു, എല്ലാം പൊടിഞ്ഞു പോവുകയാണ്. എന്നാലോ ഉറക്കമില്ല, ഭക്ഷണമില്ല, എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം രോഗങ്ങൾ, വില കൂടിയ രോഗങ്ങൾ, ഇതെല്ലാം നൽകാൻ പ്രാപ്തമാവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു വർഷത്തിന്റെ സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പുതുവർഷം ആഘോഷിക്കുന്ന ചെറുപ്പക്കാരെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആണായാലും പെണ്ണായാലും നമുക്ക് അല്ലാഹു നിശ്ചയിച്ച ജീവിതത്തിന്റെ ഒരു വർഷം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷം നഷ്ടപ്പെട്ടതിനല്ലേ ആഘോഷം. ഇതിനെന്താ ആഘോഷം എന്നറിയാം? നമുക്കൊരു കൊല്ലം നഷ്ടപ്പെട്ടതിനാണ് ആഘോഷം. അതാര് കൊണ്ടുവന്നാണ്? നഷ്ടപ്പെട്ടതിനൊക്കെ ആഘോഷം കൊണ്ടുവന്നാരാ? ക്രിസ്ത്യാനികളാ അല്ലേ? കുരിശ് തറച്ചപ്പോൾ അതിന്റെ ആഘോഷം, അത് കഴുത്ത് കെട്ടി നടക്കുക. നമ്മളാരുടെയും ബാപ്പാരെ ആരെങ്കിലും കൊന്ന ആ കത്തി നമ്മളാരെയും കഴുത്ത് കെട്ടി നടക്കും. എന്നാൽ സ്വന്തം വിശ്വസിക്കപ്പെടുന്ന ദൈവപുത്രനെ കൊന്നപ്പോൾ ആ കൊന്ന കുരിശ് കഴുത്തിൽ കെട്ടി നടക്കുന്നവർ ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ബുദ്ധി നഷ്ടപ്പെട്ടു. നമ്മളെ ബാപ്പനെ കൊന്ന കട്ടാരക്കത്തിയും കഴുത്തിൽ കെട്ടി നമ്മൾ നടക്കുമോ? അപ്പം നിങ്ങൾ പലപ്പോഴും അപകടത്തിൽ ചെന്ന് ചാടുന്നത് നമ്മുടെ പശ്ചാത്യ സംസ്കാരമാണ്. ആ സംസ്കാരക്കാരാരാന്ന് ചോദിച്ചാൽ ഒരു ലക്ഷ്യവുമില്ല, മൃഗപ്രായരായി ജീവിക്കുന്നു. അള്ള പറഞ്ഞെന്താ? യൗമ യുറലുല്ലദീന കഫറു, അള്ളാഹുവിന്റെ ശറഈയായ നിയമങ്ങളെ അംഗീകരിക്കാത്ത ആരായിരുന്നാലും കാഫറുകളായി ജീവിച്ചവർ, നിഷേധിച്ച് തള്ളിക്കളഞ്ഞ് ജീവിച്ചവർ, അവരെ അള്ളാഹു യൗമ യുറലുല്ലദീന കഫറു അലന്നാർ, നരകത്തിന്റെ മുമ്പിൽ കൊടുന്നു വന്ന് നിർത്തുമല്ല. മരിച്ചതിന് ശേഷം ഈ ടൗസറും DJ പാർട്ടിയും ഈ ലഹരി പാർട്ടിയൊക്കെ നടത്തിയ ആൾക്കാരില്ലേ, ഓരോ അള്ളാഹു നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് അള്ളാഹു പറയും, അദ്ഹബ്തും തയ്യിബാത്തിക്കും ഫി ഹയാത്തിക്കും ദുനിയ, നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ദുനിയാവിലെ എല്ലാ സുഖങ്ങളും നിങ്ങൾ ആസ്വദിച്ചു. അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് തോന്നിയത്, ആസ്വാദനമാണല്ലോ നിങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്ന് നിങ്ങൾക്ക് നീചവും നികൃഷ്ടവുമായ നിന്ദ്യമായ ശിക്ഷ ആസ്വദിച്ചോളൂ. അപ്പോഴാണ് നമ്മളെ പുതുവർഷം ആഘോഷിച്ചവരും ബർത്ത്ഡേ ആഘോഷിച്ചവരും വാലന്റൈൻ ഡേ ആഘോഷിച്ചവരും മാരേജിന്റെ ഇത്രാം വർഷം അതും ആഘോഷിക്കുന്ന, അതൊക്കെ ആര് കൊണ്ടുവന്ന? നമ്മളൊക്കെ വല്യാപ്പ ആഘോഷിച്ചിരുന്നോ? ഇപ്പൊ വർഷാവർഷം ഇവളുടെ കൂടെ കഴിഞ്ഞുകൂടി, അല്ലേ ഓന്റെ കൂടെ കഴിഞ്ഞുകൂടി എന്നുള്ളതിനൊരു ആഘോഷം. അത്ഭുതല്ലേ? മനുഷ്യന്റെ ബുദ്ധി എവിടെ പോയി? മനുഷ്യൻ എത്രമാത്രം അധപ്പതിച്ചു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ആഘോഷിക്കുന്നതിന് മുമ്പ് നമ്മളോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ആഘോഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതം ആസ്വാദ്യകരമാകാൻ ഇഹലോകവും ആസ്വാദ്യകരമാക്കി തരാം, പരലോകവും ആസ്വാദ്യകരമാക്കി തരാം. എന്താ വേണ്ടത്? സൂറത്ത് ആൽ ഇംറാനിലെ 146-ാമത്തെ ആയത്തൊന്ന് പരിശോധിച്ചു നോക്കൂ. എന്താ അല്ലാഹ് പറഞ്ഞത്? വിശ്വാസികളായ ആളുകൾ, പ്രവാചകന്മാർ, പ്രവാചകന്റെ സഹാബ കിറാമുകൾ,
വിശ്വാസികളായ ആളുകൾ എല്ലാവരും റബ്ബിനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഖുർആൻ പറയുന്നു, റബ്ബന ഗഫിർ ലനാ ദുനൂബനാ, അള്ളാഹുവെ ഞങ്ങളുടെ കഴിഞ്ഞുപോയ ഇന്നലകളിലെ പാപം ഞങ്ങൾക്ക് പുറത്തു തരണേ. 2020 ചെയ്തു പോയ തെറ്റുകളെല്ലാം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. ഒരുപാട് തെറ്റുകളുടെ കൂമ്പാരങ്ങളിലാണ് ജീവിച്ചത്. മാപ്പ് കൊണ്ട പടച്ചോനെ എന്ന് പറയേണ്ട ദിവസമാണ്. അതിനാണ് ബീച്ചിൽ പോയിട്ട് തുള്ളുന്നത്, കള്ളും കുടിച്ച് ലഹരിയും കഴിച്ച്. എന്നിട്ട് അതിന് കുറെ മെഡിക്കൽ സ്റ്റുഡൻസിനെ കൊണ്ടുവരും ചാനലിൽ, ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്. അപ്പം നമ്മളെ ചെറുപ്പക്കാരിയാക്കിയാണ് ഓലൊക്കെ മെഡിക്കൽ കോളേജിൽ പഠിക്കണം, നാളത്തെ ഡോക്ടർമാരെന്നൊക്കെ പറഞ്ഞ ആരാ? അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്വതയെത്താത്ത ചെറുപ്പക്കാരായ കുണ്ടന്മാർ എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അവര് വന്നിട്ട് ഗവൺമെന്റ് ഇപ്പോൾ ഈ തടുത്തു നിർത്തിയ, അതായത് ഈ 3-4 ദിവസം ആഘോഷത്തിനെ തടുത്തു നിർത്തി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ സ്റ്റുഡൻസിനെ രംഗത്തിറക്കുക. അപ്പൊ ചെറുപ്പക്കാരായ ആളുകൾക്ക് വാശി കൂടും. ഇവിടെ ഞാനും നമ്മുടെ കോവിഡോ ഒമിക്രോണോ അല്ല ഞാൻ പറയുന്നത്. പകരം ഇത് മുഴുവനും നമുക്ക് സുഖിക്കണം. ചില ലേഡി ഡോക്ടർമാർ, ആണായാലും പെണ്ണായാലും ഒക്കെ, ഞങ്ങൾ രാത്രിയുടെ വെളിച്ചവും പ്രകാശവും ഒക്കെ ആനന്ദിച്ച് ആഹ്ലാദിച്ച് മതോന്മത്തരായി നിൽക്കുന്നത് ഈ പുലരിയിലാണ്. ഏത് പുതുവർഷ പുലരിയിൽ. അപ്പൊ നമ്മൾക്ക് ചാടാനും കളിക്കാനും പറ്റാവുന്ന ഒരവസ്ഥ ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പിടിച്ചു നിർത്താൻ ഏത് തെമ്മാടിത്തത്തിനെയും കഴിയുമെന്നുള്ളതിന്റെ രേഖയത്. പക്ഷെ ഗവൺമെന്റിന് വേണ്ടത് എന്താ? പണാണ്. അതിനെന്താ വേണ്ടത്? അവരെന്താ പറഞ്ഞത്? നിങ്ങൾ റോട്ടിലിറങ്ങണ്ട, നിങ്ങൾ ബീച്ചിലിറങ്ങണ്ട, നിങ്ങളെ വീട്ടിൽ നിന്ന് മദ്യപിക്കേ, എന്ത് വേണം ചെയ്തോളൂ, എന്നിട്ട് നിങ്ങൾ ആഘോഷിച്ചോളൂ വീട്ടിൽ നിന്ന്. കാരണം എന്താ? കള്ളച്ചോട് നിന്നു. ഒരു ഉറുപ്പ്യ മുടക്കിയ 60 പൈസ ലാഭം കിട്ടുന്ന ഏർപ്പാടാ. ഒരു ഉറുപ്പ്യ മുടക്കിയ 60 പൈസ ലാഭം കിട്ടുന്ന ഏർപ്പാടാണ് ഈ മദ്യക്കച്ചവടം. ലഹരിന്റെ കാര്യം പറയും വേണ്ട. കോടിക്കണക്കിന് രൂപയുടെ ലഹരിയും കഞ്ചാവും ഒക്കെയാണ് ഇവിടെ. അതുകൊണ്ടാണല്ലോ ഖുർആൻ എന്ന് പറഞ്ഞു, കള്ളെന്ന് ഖുർആൻ പറഞ്ഞില്ല, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ബാധിക്കുന്ന എല്ലാം ഹറാമാണ്. കാരണം ഇന്നത്തെ ഗൾഫിൽ വരെ പോകുന്ന ആളുകൾ അവിടെയുള്ള സംവിധാനം ചെയ്യാം. എന്നിട്ട് അവിടുന്ന് മരിച്ചാലോ മയ്യത്ത് ഇങ്ങോട്ട് പെട്ടിയിലാക്കി കൊടുത്താക്കായിട്ടുള്ള തിരക്കിലാണ്. എവിടെയും തട്ടിട്ടോട്ടെ. വിശ്വാസികളായ ആളുകൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ 2020 ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ, റബ്ബന ഗഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ പടച്ചോനെ ഞങ്ങൾക്ക് പുറത്തുകൊണ്ട, വ ഇസ്റാഫനാ ഫി അംരിനാ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ദുർവ്യയങ്ങൾ, തെറ്റുകൾ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുർവ്യയം വന്നു പോയിട്ടുണ്ട് പടച്ചോനെ 2020 ഇല്ലേ? 2020 നിങ്ങൾ ചെയ്ത ദുർവ്യയങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഒന്ന് വെറുതെ പട്ടിക നിർത്താട്ടെ. എത്ര ചെരുപ്പ് വാങ്ങി, എത്ര ഡ്രസ്സ് വാങ്ങി, എത്ര ഷൂസ് വാങ്ങി, എന്തെല്ലാം വാങ്ങിയത് വല്ല കണക്കുണ്ടോ? നയിച്ച പൈസ മുഴുവൻ ഇസ്രാഫ് നടത്തിയില്ലേ? അപ്പൊ 2021 കടക്കുമ്പോൾ ഇനി ദുർവ്യയമില്ലാത്ത, പാപങ്ങൾ കുറഞ്ഞ ഒരു വർഷം പടച്ചോനെ തരണേ. ഇത് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഒരുപാട് ലഹരിയും ഉപയോഗിച്ച് ചെറുപ്പക്കാരായ ആളുകൾ തുള്ളാൻ പോകുന്നു. എല്ലാ ആളുകളും, ഞാൻ ഈ എണ്ണം പറയുന്നില്ല, ഇവിടുത്തെ മരണത്തെക്കുറിച്ചും പറയുന്നില്ല. ഇവിടെ എല്ലാവർക്കും വേണ്ടത് ലഹരിയും മദ്യവും ഉപയോഗിക്കുന്ന ഗുണ്ടകളെയാണ്. അത് ഏത് വയസ്സന്മാരായ ഗുണ്ടകളാർക്കും വേണ്ട. നല്ല ആരോഗ്യത്തിന്റെ മജ്ജ നിറഞ്ഞു നിൽക്കുന്ന, അവരുടെ ഓരോ മാംസപേശികളും അതിശക്തമായി സമൂഹത്തിന് നേരെ ആരെയും അംഗീകരിക്കാത്തൊരു യൗവനം, ആ യൗവന കാലഘട്ടം എല്ലാവർക്കും വേണം. ചിലർ മതത്തിന്റെ പേരിൽ പറയും, അത്തരം ആളുകളെ കൊണ്ടു നടക്കും, ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊലപാതകം വെട്ടി തീർക്കുകയാണ് ഓരോ ഭാഗത്തും, അല്ലേ? വേറൊരു ഭാഗത്ത് രാഷ്ട്രീയക്കാർ, വേറൊരു ഭാഗത്ത് മതം, വേറൊരു ഭാഗത്ത് വർഗീയത, അങ്ങനെ അരിഞ്ഞു തീർക്കുകയാണ്, അല്ലേ? ഈ കൊല്ലുന്നവർക്കും ആസ്വാദനമുണ്ടോ ജീവിതത്തിൽ? ഖുർആൻ റസൂൽ എന്ത് പറഞ്ഞു? അൽ ഖാത്തിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നാളെ റബ്ബിന്റെ നരകത്തിലാണ്. എന്താ കാരണം? നമ്മൾ വിചാരിക്കും കൊന്നോ മാത്രമാണ്, കൊല്ലപ്പെട്ടവൻ സ്വർഗത്തിലായിരിക്കും. അങ്ങനല്ല, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. എന്താ കാരണം? റസൂലുള്ളാഹിനോട് സഹാബ ചോദിച്ചു, കൊന്നവൻ നരകത്തിൽ പോകേണ്ടത് ഓക്കെ, നമുക്ക് മനസ്സിലായി റസൂലെ, കൊല്ലപ്പെട്ടവൻ എങ്ങനാ? അപ്പൊ റസൂലുള്ള പറയാ, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബി, തന്റെ സുഹൃത്തിനെ കൊല്ലാൻ അവനും വാളോങ്ങിയിരുന്നു, പക്ഷെ ആദ്യത്തെ വിട്ട് മറ്റോന്റേത് വീണുപോയതുകൊണ്ടാണ്. നിരപരാധിയായ ആളുകളാണ് വേറൊരാളുടെ വാൾത്തലപ്പിന് മുമ്പിൽ കഴുത്ത് ഛേദിക്കപ്പെടുന്നെങ്കിൽ ഷഹീദിന്റെ കൂലി ഉണ്ടാവും. അല്ല, അവനും കൊല്ലാൻ വേണ്ടി ആഗ്രഹിച്ചോ എങ്കിൽ
ഇവർക്കൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കൊന്നവന്റെയും കൊല്ലപ്പെട്ടവരുടെയും വീട്ടുകാർക്ക് എന്ത് സമാധാന, എന്ത് ജീവിതാസ്വാദന. അപ്പൊ ജീവിതം ആസ്വദിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ഓരോ വർഷവും, സത്യത്തിൽ ഒരു വർഷത്തിലൊരിക്കലല്ല, ഡെയിലി നമ്മൾ പ്രാർത്ഥിക്കുന്ന റബ്ബന ഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപം പടച്ചോനെ പുറത്തുകൊണ്ട, ഇസ്റാഫനാ ഫീ അംരിനാ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ദുർവ്യയങ്ങൾ. ഒരു വിവാഹത്തിന്റെ രംഗെടുത്ത് നോക്കിയാൽ ദുർവ്യയത്തിന്റെ എണ്ണത്തിന് പറയാൻ കഴിയില്ല അല്ലെ. ഡ്രസ്സ് വാങ്ങിക്കൊടുത്തത്, മറ്റവർക്ക് വാങ്ങിക്കൊടുത്തത്, അമ്മായിക്ക് വാങ്ങിക്കൊടുത്തത്, എളാമക്ക് വാങ്ങിക്കൊടുത്തത്, മൂത്താപ്പക്ക്, എളാപ്പക്ക്, എല്ലാവർക്കും പുതിയ ഡ്രസ്സാണ്. പിന്നെ വേറൊരു ടീമാരാ, പിയാപ്പന്റെ ഫ്രണ്ട്സ്. അതാരാ? അത് പ്രത്യേക കളറിൽ ഇറങ്ങണമല്ല. ബ്ലാക്കാണെങ്കിൽ ബ്ലാക്ക്, മഞ്ഞാണെങ്കിൽ മഞ്ഞ, ചുവപ്പാണെങ്കിൽ മെറൂണാണെങ്കിൽ മെറൂൺ, അങ്ങനെ ഒരു പ്രത്യേക പാന്റും ഒരു പ്രത്യേക ജുബ്ബി ഇട്ടിട്ട് പോലും ഉണ്ടാവും, ഒരുപാട് മുടിയും. ഇവരാണ് നാളെ തുള്ളാനവിടെ വരിക. ഇവര് തന്നെയാണ് നാളെ അവന്റെ ഭാര്യ വീട്ടിൽ പോയിട്ട് അവന്റെ വീട്, അവന്റെ റൂം നശിപ്പിച്ചു കളയും. ബെഡെല്ലാം വെള്ളമൊഴിച്ച്. ഇതൊക്കെ സൗഹൃദമാണത്ര. ഇതിനൊക്കെയാണല്ലോ ആഘോഷം എന്ന് പറയാം. അതാ ഞാൻ പറഞ്ഞത്, തികഞ്ഞ തമ്മാടിത്തങ്ങളും വൃത്തികേടുകളും തോന്നിവാസങ്ങളും നിറഞ്ഞാൽ അതിന്റെ പേര് ആഘോഷം. അത്തരത്തിൽ ആഘോഷിക്കുന്നവരല്ല മുസ്ലിങ്ങൾ. അതുകൊണ്ട് മുസ്ലിങ്ങളായ നമുക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കാം. ഈ നാളിൽ പ്രത്യേകിച്ച്, എന്നും പ്രാർത്ഥിക്കുക, ഈ നാളിൽ പ്രത്യേകിച്ച് പടച്ചോനെ, കഴിഞ്ഞ 2020 ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ട് മാപ്പ് കൊണ്ട പടച്ചോനെ, ഒരുപാട് ദുർവ്യയം വന്നുപോയി പടച്ചോനെ, മാപ്പ് കൊണ്ട, അതിനെല്ലാം നീ എനിക്ക് മാപ്പ് തരാൻ തീർന്നില്ല. സബ്ബിത്ത് അഖ്ദാമന, പടച്ചവനെ എന്റെ പാദം നീ ഉറപ്പിച്ചു നിർത്തണം. അള്ളാഹുവെ, നിന്റെ ദീനിൽ, നിന്റെ ആദർശത്തിൽ, നിന്റെ ഇസ്ലാമിന്റെ ശറഈ നിയമങ്ങളിൽ പടച്ചോനെ എന്റെ പാദം ഉറപ്പിച്ചു നിർത്തണം. അത് ഭയങ്കര പ്രാർത്ഥന കേട്ടോ. കാരണം എപ്പോഴും ഇളകിപ്പോവും. കാരണം നമ്മളെ വീട്ടിൽ നമ്മളെ മക്കളെ വളരെ മനോഹരമായി ദീനിയായി വളർത്തിക്കൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ഏടത്തിന്റെ ഭർത്താവും മക്കളും അമേരിക്കയിൽ നിന്ന് കിട്ടുന്നു. അമേരിക്ക. പിന്നെ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ പ്രത്യേക ടൗസർ ഇറങ്ങി, പുള്ളി ടൗസർ ഇറങ്ങി, കൊമേറിയ നായ്ക്കുട്ടിന്റെ മാതിരി കുട്ടികൾ കുറെ എണ്ണം. അതോടുകൂടി നമ്മൾ വളർത്തിക്കൊണ്ടെന്നൊക്കെ പോയി. ഇല്ലേ? അനുഭവമല്ലേ? അപ്പൊ നമുക്ക് തോന്നും, ഈ എളാപ്പിയും മൂത്താപ്പിയും ഒക്കെ ബന്ധങ്ങളൊക്കെ അള്ളാഹു മുറിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അള്ള പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ റസൂലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ രക്തബന്ധം പുലർത്തുന്നത് ഞാൻ ഈമാനുള്ളവരുമായിട്ടാണ്. എന്റെ രക്തബന്ധം അങ്ങനെയാണ്. അബൂജഹലും അബൂലഹബും ഒക്കെ നബിന്റെ രക്തബന്ധമാണ്. പക്ഷെ അവരോടൊക്കെ ഞാൻ പാലിക്കേണ്ട മുറപ്രകാരമേ പാലിച്ചിട്ടുള്ളൂ, ദീനിന്റെ ശത്രുക്കളുമായിട്ടല്ല. അപ്പൊ നമ്മളെ എളാപ്പി മക്കളും മൂത്താപ്പി മക്കളിലും കൂടി അമേരിക്കാനും ഇങ്ങോട്ട് വന്നാൽ ഓലോട് പടിക്ക് പുറത്ത് നിർത്താൻ നമുക്ക് ഈമാൻ വേണം. അതാണ് സബ്ബിത്ത് അഖ്ദാമന. അല്ലാണ്ട് യുദ്ധക്കളത്തിൽ, പോർക്കളത്തിൽ ഇരുതല മൂർച്ചയുള്ള വാളുമായി അതിശക്തമായി ഉറച്ചു നിൽക്കാനുള്ള കഴിവ് തരണമെന്ന് മാത്രമല്ല, പടച്ചോനെ നിന്റെ ശറഈയായ നിയമത്തിൽ അടിയുറച്ചു നിൽക്കാൻ, മരണം വരെ നിൽക്കാൻ. സബ്ബിത്ത് അഖ്ദാമന വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുവേ, നിന്റെ ശത്രുക്കളുടെ നേരെ നീ ഞങ്ങളെ സഹായിക്കണം. ഇവരൊക്കെ ഞങ്ങളുടെ അള്ളാന്റെ ദീനിന്റെ ശത്രുക്കളാ, ബന്ധുക്കളാവാം. മുടി വളർത്തിയ ആളുകളെ പോലും നബി പറഞ്ഞിട്ടുണ്ട്, അഖ്രിജു മിൻ ബുയൂത്തിക്കും, വീട്ടിൽ നിന്ന് പുറത്താക്കണം. അത് പറഞ്ഞ പ്രവാചകന. കാരണം എന്താ? അതൊരു സാംക്രമിക രോഗ. മുടി വളർത്തിയ ആളെ കണ്ടപ്പോ നബി എന്താ പറഞ്ഞറിയോ? ദുബാബ് എന്ന്, ഈച്ചാന്ന്. എന്തുകൊണ്ടാ പറയാൻ കാരണം? എല്ലാ രോഗങ്ങളും പരത്തുന്ന ഈച്ചയാണ്. അതുപോലെയാണ് ചില ചെറുപ്പക്കാർ മുടിയൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളെ മാതിരി മുടഞ്ഞു കെട്ടി നടക്കുക. ചിലർ കാതിലിട്ടുണ്ട്, നാളെ മറ്റന്നാളെ കെട്ടിക്കച്ചിട്ട്. വല്ലാത്ത അവരാണ് ഇവിടെ DJ പാർട്ടി. നോക്കിങ്ങള്, 2 എണ്ണത്തിന് കാർ ആക്സിഡന്റ് അല്ലേ, ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുക. അവരൊക്കെയാണ് നമ്മളെ സമൂഹത്തെ നയിക്കുന്നവര്, നമ്മളെ പെൺകുട്ടികളെ. നമ്മളെ പെൺകുട്ടികൾ റോൾ മോഡലാണ്. ഞമ്മക്ക് കുറച്ച് തൊലിവെളുപ്പുണ്ട്, ചുരുക്കുമ്പോൾ എല്ലാ പല്ലും 32 പല്ലും ഒരുപോലെ നിന്നാൽ സൂപ്പർ. പിന്നെ അവർ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും മാതൃകാപരമായി ജീവിക്കും കേട്ടോ. അതുകൊണ്ട് മുസ്ലിങ്ങളായ ആളുകൾക്ക് ചില നിയമങ്ങളുണ്ട്. നമുക്ക് നോക്കാം. അള്ളാഹു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്താ? നമ്മൾ പ്രാർത്ഥിച്ചത് റബ്ബന ഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുകൊണ്ട, ഇസ്റാഫനാ ഫീ അംരിനാ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദുർവ്യയങ്ങളും. അപ്പൊ നമ്മളിപ്പോ നിസ്കാരത്തിൽ എന്താ പറഞ്ഞത്? അത്തയ്യാത്തിൽ എന്താ പറഞ്ഞത്? പറയല്ലേ ഇതേ കാര്യം അല്ലേ? അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅ്ലൻതു. എന്താ പറഞ്ഞത്? വമാ അസ്റഫ്തു,
എന്റെ ജീവിതത്തിൽ വന്നുപോയ ദുർവ്യയം, ഇസ്രാഫ്, പടച്ചോനെ മാപ്പ് കൊണ്ടാന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അറിയുന്നില്ല. നമ്മള് ചിലോല് ഇവിടെ എത്തുമ്പോൾ അറിയും അങ്ങനെ അള്ളാഹു മിന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹിയ, ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹുവെ രക്ഷിക്കണേ, അതറിയും. പിന്നെ വഅഊദു ബിക മിൻ ഫിത്നത്തിൽ ഖബർ, പടച്ചോനെ മരിച്ച് ഖബറിലെത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പരീക്ഷണം രക്ഷിക്കണേ. വഅദാബൽ ഖബർ, ഖബറിലെ പരീക്ഷണം അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ചിലോൽക്ക് അത് ബോധ്യം ഉണ്ടാവും. മറ്റോലൊക്കെ അത്തയ്യാത്തിൽ ഇങ്ങനെ വെറുതെ കുത്തും, ചിലോലിങ്ങനെ കൈ ഇളക്കിയിട്ട് എന്നെ കാണിച്ചു തരാറിനായി അതിന്റെ തിരക്കിലാണ്. പിന്നെ പല ആൾക്കാരും പല സൈസിലാണ്. ഞാൻ ഇതിങ്ങനെ ചെയ്യണമല്ലോ പറയല്ല, അതിനുവേണ്ടി വാശി പിടിച്ചിട്ട് മറ്റോന്റെ ഇളക്കാത്തവന്റെ കൈ പിടിച്ച് ഇളക്കണമല്ലോ അറിയങ്ങള്. എന്താ അതിനൊക്കെ പറയാ? ഇവരൊരു പുതിയ ദീനി ചിട്ടകളും സംസ്കാരങ്ങളും ഒക്കെ പഠിച്ച ആൾക്കാരുമായി എല്ലാ ഭാഗത്തും ഒരു ഭാഗം മാത്രമല്ല മൊത്തം കുത്തുപാടത്ത് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. ഭയം. അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞത്, ഈമാനുള്ള ആളുകൾ ഓരോ മയ്യത്തും കബറടക്കുമ്പോൾ പടച്ചവനെ ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ കൊതിച്ചു പോകുന്ന കാലം വരും. കാരണം ഇനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവും, പടച്ചോനെ എന്റെ ഈ മക്കളൊക്കെ ഇപ്പൊ ചെറിയ ചെറിയ മക്കളൊക്കെ വലുതായിട്ടുണ്ട്, എറ്റികളൊക്കെ വലുതായി വന്നാൽ പടച്ചോനെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അയ്യോ, എന്റെ പ്രായമുള്ള ആളുകൾക്കൊന്നും ജീവിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ പുതിയ തലമുറ വളർന്നു വരുമ്പോൾ. കാരണം നമുക്കൊന്നൊരു വിവരമില്ല ഓരോ കാഴ്ചപ്പാടില്. കാരണം ആകെ ഇലക്ട്രോണിക് യുഗമാണല്ലോ. നമുക്ക് ആപ്പിൽ പോകാൻ അറിയില്ല. ഓലാണെങ്കിലോ നമ്മൾക്കാണെങ്കിൽ നമ്മളെ മക്കളൊരു നല്ല എല്ലാ ആപ്പും ഉള്ള ആപ്പ് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ. ഞാൻ ഓനക്കൊരു ആപ്പ് വെച്ചു പറഞ്ഞാ ഒരു അപകടം ഉണ്ടാക്കിയതാണ്. അതുപോലെ ഈ മൊബൈലിൽ മുഴുവൻ ആപ്പുകളാണ്. ആ ആപ്പുകൾ മുഴുവൻ നിറഞ്ഞ ഒരു മൊബൈൽ നമ്മളെ മക്കൾ നമ്മൾ കൊണ്ടുതരും. അപ്പൊ നമുക്കത് തോണ്ടി നന്നാക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളെ ചെറിയ 3 വയസ്സായ കുട്ടി ഇങ്ങോട്ട് തരുമില്ല, അപ്പൊ കാണിച്ചു തരാണ്ട് ഒരു വിവരമില്ല, താടിയൊക്കെ നിറച്ചിരുന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആക്കി തരും എല്ലാം. അപ്പൊ നിങ്ങൾ എന്റെ മോനെ ഇതൊക്കെ ഭയങ്കര കഴിവുള്ള കുട്ടികളാണല്ലോ. അങ്ങനെ ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, പഠിച്ചോനെ എറ്റിങ്ങളൊക്കെ വലുതാകുമ്പോഴേക്കും ഞാൻ മരിച്ചിട്ടിയാൽ മതി. ഉള്ളിൽ തോന്നുന്നുണ്ട് ഇപ്പം. ഇനി പുതിയ കല്യാണം കഴിച്ച് വരാനുള്ള ഓർക്കൊക്കെ ഉണ്ടാകുന്ന കുട്ടികളുണ്ടല്ലോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അട്ടന്റെ പൊക്കിൾ കണ്ട യാതിയായിരിക്കും. അട്ടന്റെ പൊക്കിൾ കാണാന്ന് പറഞ്ഞിട്ട് പ്രയോഗമുണ്ട്. അജാതികളായിരിക്കും. ആണും പെണ്ണും വിശുദ്ധി എന്ന് പറയുന്നത് ആണിനും ഒരു ശരിക്കും പറഞ്ഞാൽ ജനിച്ചപ്പോൾ ഇല്ലാത്ത സാധനം വളർന്നു വരുന്ന സമയം വരുമ്പോഴേക്കും എന്നാ ഞാൻ പറയുന്നത്, അപ്പോഴേക്കും അശുദ്ധായി. ജനിക്കുമ്പോൾ ഇല്ലാത്ത സാധനം എന്നാൽ ആണിനായാലും പെണ്ണിനായാലും ഇല്ലാത്ത സാധനം വളർന്നു വരുമ്പോൾ അവന് തോന്നുകയാണ് ഇനി ഞാൻ ഇങ്ങനെയല്ല, ഇനി എനിക്ക് ആസ്വദിക്കണം ഈ അവയവങ്ങളുമായി. അങ്ങനെയാണ് ആണും പെണ്ണും അറിഞ്ഞത്. പക്ഷേ നശിച്ചൊരു തലമുറ. ഏതായിരുന്നാലും അള്ളാഹിനോട് മാപ്പ് ചോദിച്ച, ഇസ്രാഫ് നടത്തി മാപ്പ് ചോദിച്ച, പടച്ചോനെ ശറയിന്റെ നിയമത്തിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ച, ഈ രാജ്യത്ത് അള്ളാഹിന്റെ ശത്രുക്കൾക്കെതിരിൽ ആരായിരുന്നാലും കുടുംബക്കാരായിരുന്നാലും ബന്ധുക്കളായിരുന്നാലും അവർക്കെതിരിൽ പടച്ചോൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച ആളുകൾക്ക് അള്ളാഹ് പറഞ്ഞൊരു മറുപടി കിട്ടുന്നത് അത്ഭുതകരമായ വർത്താനം. സൂറത്ത് ആൽ ഇംറാൻ 146, 147 ഒന്ന് കേട്ടു. അള്ളാഹ് പറയാണ്, ഫഅസാബഹുമുല്ലാഹു സവാബദ് ദുനിയ, ഈ ദുനിയാവിലെ എല്ലാ ആസ്വാദനങ്ങളും നാം അവർക്ക് നൽകും. ഇത് പ്രാർത്ഥിച്ച ആളുകൾക്ക് ദുനിയാവിലെല്ലാ ആസ്വാദനം. എന്താ എല്ലാ ആസ്വാദനം എന്ന് പറഞ്ഞാൽ? മാനസികമായ എല്ലാ ആസ്വാദനവും. ദീനുണ്ടാവുമ്പോൾ തന്നെ ആസ്വാദനം ഉണ്ടാവും. ദീനില്ലാത്ത ആളുകൾക്ക് ആസ്വാദനം ഉണ്ടാവില്ല. അവർ മൃഗങ്ങളെപ്പോലെ ജീവിക്കാം. അതല്ല പറഞ്ഞിട്ടുണ്ട്. വല്ലദീന കഫറു, ദീനില്ലാത്ത ആളുകൾ, യഅ്കുലൂൻ യതമത്തഊൻ, അവർ സുഖിക്കുന്നു, അവർ ആസ്വദിക്കുന്നു, അവർ തുള്ളിച്ചാടുന്നു. യതമത്തഊൻ വയഅ്കുലൂന കമാ തഅ്കുലുൽ അൻആം, നാക്കാലികൾ തിന്നുന്നത് പോലെ തിന്നുന്നു. നിങ്ങളെ പുറലേക്കൊന്ന് നോക്കേണ്ടി ഇങ്ങനത്തെ ആൾക്കാരുണ്ടോന്ന്. വെറുതെ സുഖിക്കുക, വെറുതെ നേരം വെളുത്താലും നീക്കില്ല, 10 മണി വരെ കിടന്നുറങ്ങും. അത് അല്ലേ, ഭയങ്കര മുടിയും, എന്നിട്ട് വലിയൊരു പാന്റും കുപ്പായൊക്കെ ഇട്ട് കുളിച്ചിറങ്ങും. എന്തിനാ? ഉച്ചകളിൽ തിന്നാൻ വരെ അല്ലേ. യഅ്കുലൂൻ വയതമത്തഊൻ, അവരാണ് DJ പാർട്ടിയും, അവരാണ് ഇവിടുത്തെ ബാപ്പ ഗൾഫ് രാജ്യത്ത് ചോര നീരാക്കി അധ്വാനിച്ച പണം അയച്ചു കൊടുത്താൽ ആ ഉമ്മന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ഇടു പൈസ എന്ന് പറയുന്ന അല്ലേ. ഞാൻ ഈ ജയിലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കേസുണ്ടായിരുന്നു. അപ്പം
5 കൊണ്ടുപോയി കൊന്നു. 5 ഒന്നിനല്ല 5 അവന് കഞ്ചാവിന് പൈസ കൊടുക്കാത്തതിന്. ബാപ്പ ഗൾഫിലാ. എന്നിട്ട് ഈ ജയിലിൽ നിന്ന് ഓന് ബെയിൽ അനുഭവിച്ചു. പക്ഷെ ബെയിൽ എടുക്കാൻ ആളില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ എന്നോട് പറയാം, ഒന്ന് സാറ് ഇന്നെ ബെയിലെടുക്കുകയാണ്. ബെയിൽ പറഞ്ഞാൽ ജാമ്യത്തിനെ. എന്നിട്ട് ഞാൻ വേണം അതിന്റെ അകത്താകാനെ. ഓൻ വരൂല്ലോ. ഇവിടെ യഥാർത്ഥത്തിൽ വിചാരണ തടവുകാരനായി തന്നെ കഴിഞ്ഞ കാലഘട്ടം അത്ഭുതം. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ മക്കൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളുടെ മക്കളൊക്കെ നല്ല ബുദ്ധി കൊടുത്ത് ഈ തരം DJ പാർട്ടിയും ഈ ലഹരി പാർട്ടിയും ഉള്ള യുവാക്കളായ സൗഹൃദത്തിൽ നിന്ന് നമ്മുടെ മക്കളെ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യണേ നാഥ. ഞങ്ങളുടെ സമൂഹം, ഞങ്ങളുടെ കുടുംബം, നമ്മുടെ രാജ്യം പടച്ചോനെ അവതാളത്തിലേക്ക് നീങ്ങുകയാണ്. നിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകും റബ്ബേ. അതുകൊണ്ട് നീ ഞങ്ങളെ രക്ഷിക്കണേ നാഥ. ഞങ്ങളുടെ കുടുംബത്ത് സമാധാനം നൽകണേ നാഥ. ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ആസ്വദിച്ച് ദുനിയാവും ആഖിറവും ആസ്വദിക്കാമെന്ന് പറയുന്ന അള്ളാഹു പറഞ്ഞ അസാബഹുമുള്ള സവാബ ദുനിയ, ദുനിയാവിൽ എല്ലാ ആസ്വാദനവും അള്ളാഹു തരാം, തീർന്നില്ല. വഹുസ്ന സവാബൽ ആഖിറ, പരലോകത്തെ ആസ്വാദനവും ഞാൻ തരാം, അല്ല തരാം. 2 ലോകവും നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ. ഞമ്മക്ക് ഇടക്കിടക്ക് താളം തെറ്റും ഇല്ലേ? മുക്കാല് കാണുമ്പോൾ താളം തെറ്റുമോ? പൈസ കൂടാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാവില്ലേ? ഒരാള് വലിയൊരു വണ്ടിയിട്ട് വന്നാൽ വെറുതെ നുണക്കും അതേറ്റ്. ഇതപ്പോ പള്ളിയിൽ ഉണ്ടായ ഒരു വലിയ വണ്ടി. അപ്പൊ നമ്മളൊരു 800ലോ ആൾട്ടോലോ ജെന്നിലൊക്കെയാണ് വന്നതെന്നുണ്ടെങ്കിൽ മോനെ എന്നാണ് എനിക്ക് ഞാനിങ്ങനെ ആവുക? ഇതാണ് ആകെ ചിന്തിക്കുന്നത്. അസ്വസ്ഥനാണ് ഓൻ. അതും വെച്ച് ഇടങ്ങറായിരിക്കുന്നു. ഓന്റെ ആ വണ്ടി സ്റ്റാർട്ടാക്കണമെങ്കിൽ തന്നെ ഒരുപാട് ഉറുപ്പിയാണ്. പിന്നെ നമ്മള് ഓടിയെടുക്കുക. പിന്നെ ഓടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓൻ ഓടിക്കോളും. പിന്നെ ഓൻ ഓട്ടം തുടങ്ങി. അതിന്റെ പേര് തന്നെ ഓടിയതാണ്. കച്ചവടക്കാരായ ആളുകൾക്ക് ഓടി. മാനേജർ ആദ്യം വിളിക്കും, എത്ര വേണേലും തരാം. പിന്നെ അവസാനം ഇവന്റെ എന്താ പറയാ പിടുക്കടക്കോല് കൊണ്ടുപോകും. പിന്നെ അവസാനം കണ്ടില്ല നിങ്ങൾ സത്രത്തിലൊക്കെ ഭ്രാന്തായി നിൽക്കുന്നത്? ഇവരാണ് ആസ്വദിച്ച് ജീവിക്കുന്നവർ. ഒരുപാട് കച്ചവടക്കാർ നിങ്ങൾക്കറിയില്ല. എന്നിട്ടോ പിന്നെ എന്താ അറിയോ? ഈ കച്ചവടം അവന്റെ പൊളിഞ്ഞു കഴിഞ്ഞാൽ വേറൊരുത്തനെ പാർട്ട്ണറാക്കും ഇതിലേക്ക്, ഈ നശിച്ച് കുത്തുപാടെടുത്തതിലേക്ക്. ഓനോട് പറയുന്നത് 3000 റുപ്യ മുടക്കിയ 6000 റുപ്യ ലാഭം. അപ്പൊ 3 ലക്ഷം മുടക്കിയാലോ? അപ്പൊ ഇവനത് കേട്ട് മുടക്കി. അത് ദീനുള്ള മുടക്കൂല. ലാഭം കുറഞ്ഞ കച്ചവടത്തിലേക്ക് പോവുള്ളൂ. കാരണം എന്താ? ലാഭം കൂടുന്ന കച്ചവടം അല്ല തൃപ്തിപ്പെടുന്നതല്ല. 1 ഉറുപ്പ്യക്ക് 60 പൈസ ലാഭം മദ്യം അല്ല തൃപ്തിപ്പെടുമോ? എന്താ നിങ്ങൾ പറഞ്ഞത്? ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. അതുകൊണ്ട് വഹുസ്ന സവാബൽ ആഖിറ, പരലോകത്തെ മനോഹരമായ ആസ്വദിച്ചിട്ടുള്ള ജീവിതം തരാനല്ല പറഞ്ഞത്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോരെ? അള്ളാന്റെ ഇഷ്ടം കിട്ടി, ദുനിയാവിൽ ആസ്വാദനം കിട്ടി. ഒരിക്കലും ദുനിയാവിൽ ദീനുള്ളവനക്ക് ആസ്വാദനം കുറയില്ല. നോക്കിയാൽ ദീനുള്ളവനക്ക് ഭയങ്കര സമാധാനമാണ്. ഓനൊരു പ്രയാസമില്ല. എന്ത് പ്രയാസം വന്നാലും ഞാൻ എന്റെ റബ്ബിൽ ഏൽപ്പിച്ചു. എന്റെ റബ്ബിനെ നോക്കും. കാരണം എന്താ? നമുക്കറിയാം, മഹാനായ സഹാബത്തിനോടൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ദാരിദ്ര്യം ഭയക്കുന്നുണ്ടോന്ന്. അപ്പൊ അവർ പറഞ്ഞതറിയോ? വല്ലാഹി ലാക്ഷൽ ഫക്കർ, ദാരിദ്ര്യത്തെ ഭയക്കുന്നേ ഇല്ല. കാരണം എന്താ? വല്ലാഹു റാസിഖി, എന്റെ റാസിഖ് അല്ലാണ്. എന്തിനാ ഞാൻ ഭയപ്പെടുന്നു? കൈഫ അഖാഫുൽ ഫഖർ, എന്തിനാ ഞാൻ ദാരിദ്ര്യം ഭയക്കുന്നത്? എന്റെ റാസിഖ് അല്ലാണ്. നാളെ പട്ടിണി എടുക്കേണ്ടി വരും, നാളെ കച്ചവടം ഉണ്ടാവില്ലേ, ദാരിദ്ര്യം വരും. ഇതൊന്നും ഒരു മൂമിനെ സംബന്ധിച്ചോളം വെറിയുടെ അല്ല. ഓന് എന്നും സമാധാനം. മറ്റോൻക്കോ, ദീനില്ലാത്തവൻക്കോ ഓനൊന്ന് കച്ചവടം ഒന്ന് കുറഞ്ഞാൽ മതി. 2 ദിവസം അടുപ്പിച്ച് ലീവായാൽ മതി. 2 ആഴ്ച ലീവായാൽ പടച്ചോനെ 2 ആഴ്ച വാടക കൊടുക്കണ്ടേ? വാടക ലീവാവില്ലോ, വാടകക്കാരൻ വരും, കച്ചവടം ഉണ്ടായില്ല. അതാണ് അള്ളാഹ് പറഞ്ഞത്. എന്ത്? നിങ്ങൾക്ക് അള്ളാഹു ഒരു പ്രയാസവുമില്ലാത്ത രൂപത്തിൽ അള്ളാഹു നിങ്ങളുടെ ജീവിതത്താക്കി തരുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഓഫറാണ് അള്ളാന്റെ. അതുകൊണ്ട് എല്ലാ തമ്മാടിത്തങ്ങളും എല്ലാ തോന്നിവാസങ്ങളും നിറഞ്ഞ ഇത്തരം ആഘോഷങ്ങൾ, വാലന്റൈൻസ് ഡേ, ഫാദേഴ്സ് ഡേ, ഷുഗറുകാർക്ക് ഒരു ഡേ, ക്യാൻസറുകാർക്ക് വേറൊരു ഡേ,
ബാപ്പനെ നോക്കാൻ ഒരു ദിവസം, ഉമ്മനെ നോക്കാൻ വേറെ ദിവസം, ഭാര്യനെ നോക്കാൻ വേറെ ദിവസം, ചൈൽഡ് ഡേ, ഇങ്ങനെ എല്ലാത്തിനും ഓരോ ദിവസം. നമ്മളെ സംബന്ധിച്ചുള്ള എല്ലാ ദിവസവും ആസ്വാദനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിവസമാണ്. അല്ല പറഞ്ഞില്ലേ, ഒമൻ അറലാൻ ദിക്രി ഫൈന ലഹു മഈശത്തൻ ലങ്ക. പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ നിങ്ങൾ എപ്പോൾ പോകുന്നുവോ ഫൈന ലഹു, അവനുണ്ടാകും മഈശത്തൻ ലങ്ക, മാനസികമായ പിരിമുറുക്കമുള്ള ജീവിതം. ഒരു സമാധാനം അല്ല കൊടുക്കൂല. അല്ല തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞതേ ഏതെങ്കിലും ശാസ്ത്രജ്ഞനല്ല, എന്നെയും നിങ്ങളെയും പ്രപഞ്ചത്തെയും ഇത്ര മനോഹരമായി സൃഷ്ടിച്ച് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചോദിക്കാതെ ഭൂമിയിൽ ഒരുക്കി തന്ന റഹ്മാനായ റബ്ബ് പറയാണ്, എന്റെ മാർഗത്തിൽ നിങ്ങൾ വഴിവിട്ട് ജീവിച്ചാൽ മാനസികമായ അസ്വസ്ഥ കുടുംബത്ത് തരും, നിനക്ക് തരും, ആ മക്കളെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് കിട്ടും. കിട്ടിയില്ലേ? ഒരു കൊലപാതകം നടത്തി പുറത്തേക്ക് വന്നാൽ എങ്ങുണ്ടാവും? ഇപ്പൊ ഒരു പെൺകുട്ടിനെ 3 മണിക്കോ 4 മണിക്കോ വിളിച്ചു ചെന്ന് ഫോൺ ചെയ്ത് ചെന്ന് അവിടെ ചെന്ന് ഓളെ അച്ഛൻ കൊന്ന്, കണ്ടില്ലേ? 3 മണിക്കും 4 മണിക്കും വിളിച്ചെത്തുക. അതിന്റെ തലേന്ന് ഓനെയും കൂട്ടി ഓന്റെ തള്ളിയും അച്ഛനെ ഒഴിവാക്കിയിട്ട് ഓന്റെ തള്ളിയും ഓളെ തള്ളിയും ഓളും കൂടിയും ഓനെയും കൂട്ടിയിട്ട് മാളിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ബിരിയാണിയൊക്കെ തിന്നു വന്നതാണ്. എന്നിട്ട് രാത്രി 3:30 ചെന്നതാണ്. ഇപ്പം മയ്യത്താണ് ഇവിടെ ഉള്ളത്, അല്ലേ? മോർച്ചറിയിലുള്ള മയ്യത്ത് ഉള്ള ആ വീട്ടുകാർക്ക് എങ്ങനെ ഉണ്ടാവും? ഒമൻ നാറലാൻ ദിക്രി, റബ്ബിന്റെ ശറഈ നിയമത്തിൽ നിന്ന് ആര് പിന്തിരിഞ്ഞാലും ഫൈന ലഹു മഈശത്തൻ ലങ്ക, അങ്ങേറ്റം പിരിമുറുക്കമുള്ള ജീവിതമായതിനു ശേഷം അല്ല തരും. നിങ്ങൾ തന്നെ എപ്പോ വേണ്ട, നിങ്ങൾ ഒരു നേരം നിസ്കരിക്കാൻ നോക്കി. ഒരു ദിവസം നിസ്കരിക്കുക, കല്യാണം ഉണ്ടായിട്ട് ചിലവർക്ക് കല്യാണം ഉണ്ടായ പിന്നെ നിസ്കാരമില്ലല്ലോ. പിന്നെ ചിലവർ വലിയ തക്കവക്കാരുണ്ട്, ഓല ആ കല്യാണത്തിന്റെ ഇടയിൽ തന്നെ നിസ്കരിക്കും. അത് വേറെ ടൈപ്പാണ്. അല്ലാണ്ട് തന്നെ അവിടെ മര്യാദക്ക് പള്ളിയിൽ പോയി സ്വസ്ഥമായി നിസ്കരിച്ചിട്ട് അള്ളാനോട് എടുക്കാൻ കഴിഞ്ഞില്ല. ഇതിന്റെ ഇടയിൽ ബിരിയാണിന്റെ മണത്തിന്റെ ഇടയിൽ പാട്ട് വെച്ചതിന്റെ ഇടയിൽ ഈ കഞ്ചാവ് വലിയന്മാരുടെ ഡ്രമ്മും അവരുടെ എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് പാടുന്നതിന്റെ ഇടയിൽ മൂപ്പരാക ഒരു നിസ്കാരം. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്റെ മോനെ ഓളെ ബാപ്പ ഭയങ്കര മുത്തക്കാണല്ലോ. പിയാപ്പിള വിചാരിക്കും, പടച്ചോനെ പിള്ള കെട്ടണ്ടില്ലേ, ഇനിയിപ്പോ സുബൈസ്കരിച്ചു അയാൾ നമ്മളോട് സുന്നസ്കരിക്കാൻ കൊണ്ടുപോകോ, തഹജ്ജുദിന് കൊണ്ടുപോകോ? അയാൾ അന്നത്തെ ദിവസത്തേക്കുള്ള പരിപാടിയാണ്, അതൊരു കലാപരിപാടിയാണ് കേട്ടോ. വരാട്ടെ, നിങ്ങൾ എത്രത്തോളം അള്ളാഹുവിൽ നിന്ന് അകന്നുവോ അത്രത്തോളം അള്ളാഹു നമുക്ക് പ്രയാസങ്ങൾ നൽകും. എന്നിട്ട് അല്ല എന്താ പറഞ്ഞറിയോ? ഇവിടുത്തെ പ്രയാസം കൊണ്ട് തീർക്കൂലല്ല. നേരത്തെ എന്താ പറഞ്ഞത്? 2 ലോകം തരാം, ആസ്വദിച്ചോളിന്നാ പറഞ്ഞു. 2 ലോകം തരാന്നാ പറഞ്ഞല്ലേ? സമാധാനം, ആസ്വാദനം അല്ല തരാ, എത്തിലും തരാ, പരലോകം തരാ. ഇപ്പോഴോ ഇനി അല്ല എന്താ പറഞ്ഞത്? ഇവിടെ അള്ളാഹു അങ്ങേയറ്റത്തെ ഇടുക്കവും പ്രയാസവും കഷ്ടപ്പാടും നൽകിയിട്ട് മരിച്ചു കൊണ്ടേറ്റോ അല്ല പറയാ, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, മില്യൺ കണക്കിന് ആളുകൾ ഒത്തുകൂടിയ പരലോകത്ത് റബ്ബ് കണ്ണുപൊട്ടനായിട്ട് പിന്നെ ഒരുമിച്ച് കൂട്ടും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. അപ്പൊ ഈ കണ്ണുപൊട്ടൻ ചോദിക്കും റബ്ബിനോട്, ലിമ ഹശർത്തനി അഅ്മാ, പടച്ചോനെ എന്തിനാ നീ എന്നെ കണ്ണുപൊട്ടനാക്കിയത്? ഞാൻ മരിക്കുന്നതുവരെ വഖദ് കുന്തു ബസീറ, എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ പടച്ചോനെ. അള്ളാന്റെ മറുപടി, കാലക്കദാലിക്, നീ പറഞ്ഞത് ശരിയാണ്. അത്തത്തൊക്കെ ആയാത്തുന, നീ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാൻ എന്റെ ആയത്തുകൾ ഇറക്കിയിരുന്നു. ഫനസീതഹ, ആ ശറഈ നിയമങ്ങളെ നീ മറന്നു. അതുകൊണ്ട് വകദാലികൽ യൗമ തുൻസാ, ഇന്ന് നാം നിന്നെ മറക്കുകയാണ്. റബ്ബ് പരലോകത്ത് മറന്നാ പിന്നെ അവന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പാപികളിൽ പെടുത്താതെ മഹാഭാഗ്യവാന്മാരായ സ്വർഗസ്ഥന്മാരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസീകും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയവർക്ക് അവരുടെ കബറിടവും അവരുടെ പരലോകവും അല്ലാഹു ആനന്ദപ്രദമാക്കി തീർക്കുമാറാകട്ടെ. നാം പിരിയുമ്പോൾ ഈമാനോടുകൂടി ജീവിക്കുവാനും മരണം വരെ തഖ്വയോടുകൂടി ജീവിക്കുവാനും അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുത്തുകൊണ്ട് ഭൂതലം വിട്ടുപിരിയാനും അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ധനം കൊടുക്കുന്നത് ഇവിടെ ഇപ്പം ആസ്വദിക്കാൻ പണം വേണമെന്നാണല്ലോ നമ്മളെ മെയിൻ ചിന്ത.
മക്കൾക്ക് ആസ്വദിക്കണം, പണം വേണം. ഭാര്യക്ക് ആസ്വദിക്കണം, പണം വേണം. നമുക്ക് ആസ്വദിക്കണം, പണം വേണം. അതിനു വേണ്ടിയിട്ട് മരണ ഓട്ടാണ്, അല്ലേ? നിൽക്കാത്ത ഓട്ടാണ്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. ഈ പണം അനുഭവിക്കുമോ? ഇല്ല. നമുക്കറിയാം, കോടാനുകോടി രൂപ ബാങ്കുകളിലും ലോക്കറുകളിലുമുള്ള ഒരുപാട് ആളുകൾ ഇപ്പം ഈ പള്ളിയിലുണ്ടാവും. ഓൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നുണ്ടാവും, പഠിച്ചോൻ ഇതെല്ലാം കൂടി ഇപ്പം ഞാൻ ഉണ്ടാക്കാനാ. എന്നിട്ട് ഓടുന്ന എന്നിട്ടും ആ പണത്തിനോടുള്ള വെറുപ്പ് വരുന്നില്ല, പിന്നെയും ഓടുന്ന. എല്ലാ സൗകര്യങ്ങളുണ്ടായി പിന്നെ ഓടുന്ന. അതാണ് അള്ളാഹു പറഞ്ഞത്, എന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ തആല ല യഹ്മി അബ്ദുൽ മുഅ്മിൻ. എന്നാൽ വിശ്വാസിക്ക് അള്ളാഹു ചില സൗകര്യങ്ങൾ ദുനിയാവിൽ കുറക്കും, തടയും. അങ്ങനെ ഇന്നല്ലാഹ തആല ല യഹ്മി അബ്ദുൽ മുഅ്മിൻ, വിശ്വാസിയായ തന്റെ അടിമക്ക് തടയും മിന ദുനിയാവിൽ ചില സൗകര്യം. പക്ഷെ അവനക്ക് മനസ്സമാധാനം, ഭയങ്കര സമാധാനം. ദുനിയാവിൽ കോടാനുകോടികളൊന്നും ഇല്ലെങ്കിലും ഉള്ളതിൽ ഭയങ്കര സംതൃപ്തനാണ്, ഭയങ്കരമായിട്ട് ഓടൂല്ല. അള്ളാന്റെ ഏതെങ്കിലും ഒരു വിഷയം വിട്ടോടൂല. അള്ളാഹ്ക്ക് തൃപ്തിയുള്ള ഭാഗത്തിലേ ഓടുള്ളൂ. അപ്പോ അത്തരം ആളുകളെ പറ്റി അള്ളാന്റെ റസൂൽ പറയാണ്, ദുനിയാവിൽ ചില സൗകര്യങ്ങൾ അള്ളാഹുവിൽക്ക് കുറക്കും. എന്നാലോ വഹുവ യുഹിബ്ബുഹു, ആ കുറച്ച വിശ്വാസിയോട് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കമാ തഹ്മൂന മരീദക്കും തആമവശറ, ചില രോഗികൾക്ക് നിങ്ങൾ ചില ഭക്ഷണോപാനീയങ്ങൾ തടയുന്നത് പോലെ. ചില രോഗികൾക്ക് ചിലപ്പോൾ ഒരു രോഗി പറയാണ്, ഭയങ്കര രോഗമുള്ള ആള്, ഡോക്ടർ പറയുന്നു വെള്ളം മാത്രം കൊടുത്താൽ മതി. ആ രോഗി പറയാണ് ബിരിയാണി വേണമെന്ന് ഞങ്ങൾ കൊടുക്കുമോ? എന്തുകൊണ്ട്? സ്നേഹക്കുറവുണ്ടല്ല, സ്നേഹം കൂടുതലുണ്ടാവും തരാത്ത്. അതുപോലെ വിശ്വാസികൾക്ക് ചില സൗകര്യങ്ങൾ അള്ളാഹു സമ്പത്ത് കുറച്ചൊന്ന് എടുത്തു കളയും. ആ എടുത്തു കളഞ്ഞ സമ്പത്ത് നേടാൻ വേണ്ടി നിങ്ങൾ പെടാപ്പാട് പാടി ഓടിയാൽ അള്ളാഹു നിങ്ങളുടെ കൈനിറയെ തരും. എന്നിട്ടോ നിങ്ങൾക്കൊരു സമാധാനം. അള്ളാഹു ഒരു ദാരിദ്ര്യം തടയില്ല. അസുദ്ദുഹു ഫക്ര, ഒരു ദാരിദ്ര്യം അല്ല തടയില്ല. നമ്മളുടെ നേരെ ദാരിദ്ര്യം ഘോഷയാത്രയായി വരും. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അവിടെ കഴിയുമ്പോൾ ഇവിടെ കഴിയുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു സമാധാനം കിട്ടാത്തൊരോട്ടം. എത്ര ആളുകളുണ്ട് നിങ്ങൾ? രാത്രി ഉറക്കില്ല, പിന്നെ പിന്നെന്ത് സമാധാനം, പിന്നെന്ത് പണാണ്? അതുകൊണ്ടാണ് അള്ളാഹ് റസൂൽ പറഞ്ഞത്, കമ്മാ തഹ്മൂന മരീദക്കും തആമബശറ, നിങ്ങൾ ഒരു രോഗിക്ക് ഭക്ഷണപാനീയങ്ങൾ തടഞ്ഞതുപോലെ തഖാഫൂന അലൈഹി, അദ്ദേഹത്തിന്റെ മരണം നിങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ടാണ്. അതുപോലെ വിശ്വാസി അവന്റെ വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അള്ളാഹു ചില സൗകര്യങ്ങൾ കുറയ്ക്കും കേട്ടോ. ഇപ്പൊ കണ്ടങ്ങള് നമുക്കിപ്പോ എന്ത് സമാധാനമാണ്? നമ്മുടെ അടുത്ത് എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട, അള്ളാഹു നമ്മളുടെ ഈമാൻ തകരാണ്ടിരിക്കാനാ കേട്ടോ. എന്നാൽ റസൂൽ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സമ്പത്ത് അങ്ങനെയാണെങ്കിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു ഒരിക്കലും ഇന്നല്ലാഹ യൂത്തി ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു, ദുനിയാവ് അള്ളാഹു ചിലപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും, രണ്ടുകൂട്ടർക്കും. ദുനിയാവിന് അള്ള കൊടുക്കുമ്പോഴേ അതിന് ഞാൻ അള്ള ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഇല്ല, രണ്ടിനും കൊടുക്കും. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ എന്തെല്ലാം തോന്നിയാസം കളിച്ചു, ഇന്ന് വരെ കുഴക്കിയിട്ടില്ല അല്ല എന്നെ കേട്ടോ. ഞാൻ കളിച്ച തോന്നിയാസം, ഞാൻ ചെയ്ത തമ്മാടിത്തം, എത്ര ആളുകളെ ഞാൻ നശിപ്പിച്ചത്, എത്ര യുവാക്കളെ, എത്ര യുവതികളെ, അയൽപ്പക്കത്തുള്ള എത്ര ആൾക്കാരെ. അത് ലിംഗം ഞാൻ പറയില്ല, എത്ര നശിപ്പിച്ചു. എന്നിട്ടും അള്ളാഹു എന്റെ കയ്യിൽ പണപ്പൊതി തരികയാണ്. ഞാൻ എന്ത് ചെയ്താലും അത് ഗോൾഡായി മാറുകയാണ്. വേറെവർ യു ടച്ച് ദാറ്റ് ഇസ് ഗോൾഡ്, തൊടുന്നതെല്ലാം ഗോൾഡായി മാറുക. ഒരവസ്ഥയിൽ എന്നെ റബ്ബ് ജീവിപ്പിക്കുന്നതിലേക്കാണ്. ഞാൻ എത്ര ആളെ വഞ്ചിച്ചു, എത്ര ആളെ സമ്പത്ത് ഞാൻ അവരറിയാതെ എടുത്തു. അങ്ങനെയൊക്കെ എടുത്ത് ജീവിക്കുന്നതിന്റെ അവസാനം മരിക്കാൻ നേരത്തിന് എല്ലാറ്റിനും കൂടെ ശമ്പളം വരുമ്പോഴാണ് അറിയുക. അതുകൊണ്ട് ജീവിതകാലത്ത് തന്നെ റബ്ബന ഗഫിർ ലനാ ദുനൂബനാ, പണമാണെങ്കിൽ തിരിച്ചു കൊടുത്തിട്ട് പ്രാർത്ഥിക്ക്, മാപ്പ് കൊണ്ട പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുക. എന്നാൽ അല്ലാഹു ഇവിടെയും സമാധാനം തരും, ഇവിടെയും ആസ്വാദനം തരും, പരലോകത്തും. നമ്മൾ കേട്ടല്ലോ അല്ലേ? സൂറത്ത് ആൽ ഇംറാനിലെ ആയത്ത് നമ്മൾ കേട്ടില്ലേ? സവാബത്ത് ദുനിയ തരാ വഹസുന ആഖിറ, പരലോകത്ത് അതിനേക്കാൾ നല്ലതും തരാം, ഇവിടത്തേക്കാൾ സുഖം അവിടെ തരാണ് പോരെ. എന്നിട്ട് റസൂൽ പറയാ, ഇന്നല്ലാഹ യൂത്തി ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു, ഇഷ്ടമുണ്ടായാലും ഇഷ്ടമില്ലാത്തവർക്കും അള്ളാഹു ദുനിയാവ് കൊടുക്കും. എന്നിട്ട് അള്ളാഹുന്റെ റസൂൽ പറയാ, വലാ യൂത്തിൽ ഈമാൻ ഇല്ലാ മൻ അഹബ്ബ, ഈമാൻ അള്ളാഹു കൊടുക്കൂല അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവർക്കല്ലാണ്ട്. ഈ പണി ഇങ്ങനെ ജീവിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹിന്റെ ഒരു ഇഷ്ടം കിട്ടണം, ഓൽക്കത് കിട്ടും. അള്ളാഹുവിന്റെ ആ ഇഷ്ടം ലഭ്യമാകുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
പിരിയുമ്പോൾ ഈമാനോടുകൂടി പിരിയാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്കും അനുഗ്രഹവും നൽകുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ, ആർക്കും ഭാരമാകാതെ ജീവിച്ച് മരിച്ചു പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. മാറാ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. രാജ്യം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അള്ളാഹു നമ്മെയും ഈ രാജ്യത്തെയും അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. രാജ്യത്തുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദുസ്വഭാവങ്ങളും സംസ്കരിച്ച് സൽസ്വഭാവത്തിലേക്ക് കടന്നുവരുന്ന സമൂഹം വളർന്നു വരുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖ് അതിനുണ്ടാവുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تجعلنا مع القوم الظالمين اللهم لا تجعلنا مع القوم الظالمين اللهم لا تجعلنا مع القوم الظالمين ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم